به الفائزين ما بعد أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ما شاء الله. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഇവരുടെ അധ്യക്ഷനും അതേപോലെ തന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കൊൽബെ ജുമാഅത്ത് പള്ളിയുടെ ഖതീബും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഇസാഖ് ഫൈസി ഉസ്താദ്, അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷംസീർ സഖാഫി, അതേപോലെ തന്നെ ഷാഫി സഖാഫി, അതേപോലെ വേദിയിലുള്ള കട ജമാഅത്ത്, കൊൽബ് ജമാഅത്ത്, ചുറ്റുഭാഗത്തുള്ള മഹല്ല് ഭരിക്കുന്ന പ്രസിഡന്റുമാർ, ജമാഅത്ത് ഭാരവാഹികളെ, ഈ വൈകിയ സമയത്തിൽ പറയുമ്പോൾ തന്നെ മനസ്സിലാണ് നിരൂപണാക്കുന്ന ആൾ ചുട്ടുക്കാകി ചുരുങ്ങിയ വേളയിൽ എല്ലാ അതിഥികളുടെ വകയായിട്ട് 2 മിനിറ്റ് പ്രസംഗിക്കണമെന്ന്. ഏതുമാകട്ടെ, ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ മലായികളിൽ നിന്ന് കബൂലാക്കട്ടെ. ഏതൊരു വലിയന്റെ മുമ്പിലാണോ നിന്നത്, കാലാവസ്ഥ അനുകൂലമായിട്ടില്ലാത്ത സമയത്ത് പോലും ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ മഹാനെ സ്നേഹിച്ചിട്ടാണ്. ഇവിടെ ഓരോരുത്തരും ചുറ്റുഭാഗത്തുള്ള ഈ നാട്ടിലെ ആൾക്കാരില്ല. ഈ നാട്ടിൽ മുസ്ലിം ബാഹുല്യം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇവിടെയോ മഴ വരുന്ന സമയത്ത് പോലും ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം ചുറ്റുഭാഗത്തുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു വലിയനെ കരുതിയിട്ടാണ്, ഒരു വലിയന്റെ ചാരം കരുതിയിട്ടാണ്. ആ വലിയിൽ നിന്നുള്ള ഇഷ്ടത്തോട് കൂടിയാണ്. അതെങ്ങനെയാണ്? അള്ളാഹു സ്നേഹിച്ചു, മാലാഖയോട് സ്നേഹിക്കാൻ പറഞ്ഞു. അങ്ങനെ മാലാഖും ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ആ വലിയ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചപ്പോ ലോകമെമ്പാടും അറിയാത്ത ഒരു ചെറിയ പ്രദേശത്ത്, ആൾക്കാരില്ലാത്ത ഈ സ്ഥലത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഏകാന്തതയിൽ ഇരുന്ന് ഇബാദത്തിലായി, അവന്റെ സ്മരണയിലായി, അവന്റെ ദിക്റിലായി ജീവിതം നയിച്ചപ്പോ കഴിഞ്ഞു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഫൈസി ഉസ്താദ് അവരുകൾ പറഞ്ഞതുപോലെ, വർഷങ്ങൾ 800-400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വലിയനെ കൊല്ലം കഴിഞ്ഞ് നാട്ടുകാര് കണ്ട അവിടെ ആ വലിയന്റെ പേരിലുള്ള ഉറൂസിന് വേണ്ടി ആൾക്കാർ കൂടുന്നത് എന്തിനറിയോ? ആ വലിയ അള്ളാഹുവിന് സമർപ്പിച്ചപ്പോ തന്റെ ശരീരവും തന്റെ ജീവിതവും എല്ലാം അള്ളാഹുവിന് തവക്കുലാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചപ്പോ ആ വലിയനെ സ്നേഹിക്കാൻ ഒരു ജനത, ഒരു ജനറേഷൻ, ഒരു സമൂഹം, അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസിലാണ് പറഞ്ഞത്, നാടറിയില്ല, ഏത് ജനതയിൽപ്പെട്ടാലെന്നറിയില്ല, ഏത് നാട്ടുകാരെന്നറിയില്ല, എന്നിട്ട് പോലും മഖാമിനോട് സ്നേഹം, ദർഗയോട് സ്നേഹം, ആ വലിയന്റെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്നു. നാടോ കുടുംബമോ തന്റെ വന്നതായ വഴി പോലും അറിയാത്ത ഒരു മഹാന്റെ അടുത്ത് ഇരിക്കുന്നതിന്റെ പിന്നിൽ ആ മഹാൻ തന്റെ ജീവിതത്തിലുള്ള കൂടുതൽ സമയവും അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലാൻ ചെലവഴിച്ചപ്പോ ആ മഹാനെ സ്നേഹിക്കുകയായി. നേരത്തെ ഷാഫി സഖാഫി പറഞ്ഞതുപോലെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിനെ അഭിവൃദ്ധിപ്പെടുത്താൻ, അതിലേക്ക് വേണ്ടി സഹായിക്കാൻ, ആ ഇങ്ങനെയുള്ള ഒരു മഹാന്റെ ദർബാറിൽ ഇൽമ കേൾക്കാൻ മദ്രസകളോ ദർസുകളോ ദീനീ സ്ഥാപനങ്ങളോ വളർന്നു വരേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹായം യാചിച്ചും കൊണ്ട് ഈ വൈകിയ വേളയിൽ പോലും സമയം തന്നതിന് സംഘാടകരെയും ഉറൂസ് കമ്മിറ്റിയെയും അഭിനന്ദിച്ച് എല്ലാവർക്കും ആശംസ